ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിൽ സജീവം. വോട്ടെടുപ്പിന് ഇനി 4 ദിവസം. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും അനധികൃതമായി സൂക്ഷിച്ച 865 കോടിയിലധികം രൂപ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. കേരളത്തിൽ ഉയർന്ന പകൽച്ചൂട് ശമനമില്ലാതെ തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സാംസ്കാരികവും പ്രകൃതിദത്തവുമായ പൈതൃകത്തിന്റെ സംരക്ഷണം ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക പൈതൃക ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ബംഗളൂരു ഡൽഹിയെയും ഹൈദരാബാദ് ചെന്നൈയെയും നേരിടും. വാർത്തകൾ വിശദമായി. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജനുവരി 28 ആരംഭിച്ച ബജറ്റ് സമ്മേളനത്തിന് ശേഷം വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഈ മാസം 16 മുതൽ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനവും ചേർന്നിരുന്നു. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 1/3 സംവരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ ഇന്നലെ ലോക്സഭയിൽ വോട്ടെടുപ്പ് നടന്നെങ്കിലും പാസായില്ല. ഭരണഘടനയുടെ 131 ഭേദഗതി ബിൽ 2/3 ഭൂരിപക്ഷം ലഭിക്കാത്തതിനാലാണ് ലോക്സഭയിൽ പാസാകാത്തത്. ഇന്ന് രാവിലെ ലോക്സഭയിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർള ബജറ്റ് സമ്മേളനത്തിലെ ഉൽപാദനക്ഷമതയെക്കുറിച്ച് പരാമർശം നടത്തി. ലോക്സഭ 93% ഉൽപാദനക്ഷമത രേഖപ്പെടുത്തിയതായി സമാപന പ്രസംഗത്തിൽ സ്പീക്കർ ശ്രീ ഓം ബിർള പറഞ്ഞു. ഈ കാലയളവിൽ 41 സിറ്റിംഗുകൾ നടന്നതായും 12 ബില്ലുകൾ അവതരിപ്പിക്കുകയും 9 ബില്ലുകൾ പാസാക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം അറിയിച്ചു. अब हम 18वीं लोकसभा के 7वें सत्र की समाप्ति की ओर आ गए हैं. ये सत्र 28 जनवरी 2026 को आरंभ हुआ था. इस सत्र में हमने 31 बैठकें की जो लगभग 151 घंटे और 42 मिनट तक चली. അതേസമയം ബജറ്റ് സമ്മേളന കാലയളവിൽ രാജ്യസഭ 157 മണിക്കൂറിലധികം പ്രവർത്തിച്ചതായി സഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അറിയിച്ചു. തുടർന്ന് ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. ഭരണഘടനയുടെ 131 ഭേദഗതി ബിൽ, കേന്ദ്രഭരണ പ്രദേശ നിയമനിർമ്മാണ ഭേദഗതി ബിൽ, ഡീലിമിറ്റേഷൻ ബിൽ എന്നിവ പാസാക്കിയിരുന്നെങ്കിൽ 2029 പൊതു തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ സ്ത്രീകൾക്ക് 33% സംവരണം ലഭിക്കും. നിയോജക മണ്ഡലത്തിന്റെ അതിർത്തി അന്തിമമാക്കാനുള്ള ഡീലിമിറ്റേഷൻ സ്ത്രീ സംവരണം നടപ്പിലാക്കുന്നതിന് അത്യാവശ്യമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമബംഗാളിൽ BJP നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് വടക്കൻ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ സുകാന്ത മജുംദാർ ഉൾപ്പെടെയുള്ളവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറേൻ ബംഗൂര, പുരുലിയ ജില്ലകളിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയും TMC അധ്യക്ഷയുമായ മമതാ ബാനർജി ഹൌറയിൽ പദയാത്രയ്ക്ക് നേതൃത്വം നൽകും. കോൺഗ്രസിനായി തെലങ്കാന മന്ത്രി മുഹമ്മദ് അസറുദ്ദീനും CPIM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും റാലികളിൽ സംബന്ധിക്കും. തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി കോയമ്പത്തൂരിൽ പ്രചാരണത്തിനെത്തും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് തിരുച്ചിറപ്പള്ളിയിലെ തുറയൂരിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ സംസാരിക്കും. DMK മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ ഡിണ്ടിഗലിലും TVK അധ്യക്ഷനും ചലച്ചിത്ര താരവുമായ വിജയ് ചെന്നൈയിലും പ്രചാരണം നടത്തി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലുമായി അനധികൃതമായി സൂക്ഷിച്ച 865 കോടിയിലധികം രൂപ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. പണം, മദ്യം, ലഹരിമരുന്ന് എന്നിവ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ 438 കോടി രൂപയുടെയും ബംഗാളിൽ 427 കോടി രൂപയുടെയും ശേഖരമാണ് പിടികൂടിയത്. പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ചതായുള്ള പരാതികളെ തുടർന്ന് പശ്ചിമബംഗാളിലെ 5 ബൂത്ത് ലെവൽ ഓഫീസർമാരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. മൻ കി ബാത്തിന്റെ 133 പതിപ്പ് ഈ മാസം 26-നാണ്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ അച്ചപ്പാസ് ആൽബം എന്ന മലയാള ഫാന്റസി ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങും. ടൈം ട്രാവൽ പ്രമേയമാക്കി
കാലത്തിലൂടെയും ഓർമ്മകളിലൂടെയുമുള്ള യാത്ര അവതരിപ്പിക്കുന്ന ഈ ചിത്രം ഈ മാസം 24-ന് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി 1,75,000-ത്തിലധികം തീർത്ഥാടകരാണ് ഇത്തവണ സൗദി അറേബ്യയിൽ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്നത്. അതേസമയം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷം കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഏപ്രിൽ 30-ന് യാത്ര തിരിക്കും. യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദരിനാഥ് എന്നിവിടങ്ങളിലേക്കുള്ള ചാർധാം യാത്രയ്ക്കുള്ള ഓഫ്ലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ആദ്യ ദിവസമായ ഇന്നലെ 2713 തീർത്ഥാടകർ നേരിട്ട് രജിസ്റ്റർ ചെയ്തു. മാർച്ച് 6-ന് ആരംഭിച്ച ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ ഇതുവരെ ഏകദേശം 18.23 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അക്ഷയ തൃതീയയോടനുബന്ധിച്ച് നാളെ തീർത്ഥാടനം ഔദ്യോഗികമായി ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക പൈതൃക ദിനം. സാംസ്കാരികവും പ്രകൃതിദത്തവുമായ പൈതൃകത്തിന്റെ വൈവിധ്യം, ദുർബലത, സംരക്ഷണം എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. സംഘർഷങ്ങളുടെയും ദുരന്തങ്ങളുടെയും പശ്ചാത്തലത്തിൽ സജീവ പൈതൃകത്തിനായുള്ള അടിയന്തര പ്രതികരണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അവ വൃത്തിയായും സുരക്ഷിതമായും സൂക്ഷിക്കുവാൻ ജനങ്ങൾ പ്രതിജ്ഞയെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഇത്തരം സ്ഥലങ്ങളെ ബഹുമാനിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30-ന് ബംഗളൂരുവിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഹൈദരാബാദിൽ രാത്രി 7:30-ന് ആരംഭിക്കുന്ന രണ്ടാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള സഞ്ചാരം സുഗമമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ 40ഓളം രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് വെർച്വൽ ഉച്ചകോടി നടത്താൻ ധാരണയായി. ഈ യോഗത്തിലേക്ക് ഇന്ത്യയ്ക്കും ക്ഷണം ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ച ഹോർമുസ് കടലിടുക്ക് ചരക്ക് കപ്പലുകൾക്കായി പൂർണ്ണമായും തുറന്നു. ലെബനൻ ഇസ്രായേൽ തർക്കത്തിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്നലെയായിരുന്നു ഇറാൻ ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് തീരുമാനത്തെ സ്വാഗതം ചെയ്തതായി അറിയിച്ചു. ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ കരാറിനെ ഇന്ത്യയും സ്വാഗതം ചെയ്തു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഏത് നടപടിയെയും പിന്തുണയ്ക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. അതേസമയം ഹോർമുസ് തുറക്കാനുള്ള ഇറാന്റെ തീരുമാനം ലോകത്തിന് മുഴുവൻ സന്തോഷകരമായ ദിനം സമ്മാനിച്ചതായി പറഞ്ഞ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമഗ്ര സമാധാന കരാർ അന്തിമമാക്കുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്കൻ നാവിക ഉപരോധം തുടരുമെന്നും വ്യക്തമാക്കി. This will be a great and brilliant day for the world because Iran has just announced that the Strait of Hormuz is fully open and ready for business and full passage. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 12 ജില്ലകളിൽ നാളെ വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാന ആശുപത്രികളിൽ പ്രത്യേക ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ ആരംഭിച്ചു. വാൽപ്പാറ അപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹങ്ങൾ മലപ്പുറം പാങ്ങിലെ അമ്പലത്തറ HSSൽ പൊതുദർശനത്തിന് വെച്ചു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരുമടക്കം നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹങ്ങൾ ഉച്ചയ്ക്ക് ശേഷം സംസ്കരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിൽ സജീവം. വോട്ടെടുപ്പിന് ഇനി 4 ദിവസം. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും അനധികൃതമായി സൂക്ഷിച്ച 865 കോടിയിലധികം രൂപ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. കേരളത്തിൽ ഉയർന്ന പകൽച്ചൂട് ശമനമില്ലാതെ തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സാംസ്കാരികവും പ്രകൃതിദത്തവുമായ പൈതൃകത്തിന്റെ സംരക്ഷണം ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക പൈതൃക ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ബംഗളൂരു ഡൽഹിയെയും ഹൈദരാബാദ് ചെന്നൈയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.